തലസ്ഥാനത്ത് 18 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ്. ഗ്രാവിറ്റി വെഞ്ചേഴ്സ് നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനം വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ മാത്രം എത്തിയത് 17 പരാതികളാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്? വിശദാംശങ്ങൾ. രുചിഷ്, നമ്മളിപ്പോൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 17 പരാതികൾ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഈ ശാസ്തമംഗലത്തുള്ള ഗ്രാവിൻസ് അസോസിയേഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗ്രാവിറ്റി വെഞ്ചേഴ്സ് നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനമാണ്. ഗ്രാവിൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് നൽകിയിരിക്കുന്നത്. അതിൽ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നും എഴുതിയിട്ട് കാണാം. ഈ സ്ഥാപനമാണ് ഏകദേശം ഇവിടെ നിന്ന് നിരവധി പേരെ ഇത്തരത്തിൽ ആദ്യം ചെറിയ തുകയാണ് നിക്ഷേപമായിട്ട് ഇവർ സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുക. അതിനുശേഷം അതിന് വലിയ തരത്തിൽ പലിശ നൽകും. ചെറിയ തുക കൈപ്പറ്റി ആ വിശ്വാസം അവരിൽ നിന്ന് ആർജിച്ചെടുത്തതിന് ശേഷം അവരിൽ നിന്ന് വലിയ തുക ഈ ഡെപ്പോസിറ്റ് ചെയ്യാൻ, നിക്ഷേപിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അതിന് ഭീമമായിട്ടുള്ള തുക പലിശ നൽകാമെന്ന് പറഞ്ഞ് ദീർഘകാലത്തേക്കായിരിക്കും ഇത്തരത്തിൽ ഒരു പലിശ തുക നിക്ഷേപിക്കാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ നിക്ഷേപിച്ച തട്ടിപ്പിനിരയായിട്ടുള്ള 17 പേരാണ് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് മ്യൂസിയം പോലീസിൽ മാത്രമല്ല ഇവരുടെ തട്ടിപ്പിന് പരാതികൾ ലഭിച്ചിരിക്കുന്നത്. അതായത് നെടുമങ്ങാട് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തത് 35 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നൊരു പരാതിയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കാണാം, ഇതിൽ ഗ്രാവിൻസിൻ്റെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്. ഇതിൽ കാണാം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഗോൾഡ് ലോൺ, അങ്ങനെ നിരവധി സേവനങ്ങൾ, ഈ ധനകാര്യം നൽകുന്ന നിരവധി സേവനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബോർഡ് ഉൾപ്പെടെ ഇവിടെ പുറത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ആളുകൾ, ആവശ്യക്കാർ ഇവിടെ കയറി ചെന്ന്, അല്ലെങ്കിൽ ഇവർ സമീപിക്കുന്ന ആളുകൾ അവരിൽ നിന്ന്, അതായത് വീട്ടമ്മ മുതൽ ഡോക്ടർ വരെ അങ്ങനെയുള്ള എല്ലാ, അതായത് സമൂഹത്തിൽ വലിയ തരത്തിൽ, അതായത് ടെക്കികളായിക്കോട്ടെ, അങ്ങനെ ഏത് തലത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, ആരിൽ നിന്നും ഈ തുക നിക്ഷേപം ഇവർ സ്വീകരിക്കും. ആദ്യം ചെറിയ തുക നിങ്ങളോട് നിക്ഷേപിക്കാൻ പറയും. അതിന് ഭീമമായിട്ടുള്ള പലിശയാണ് നൽകുക. ആ വിശ്വാസം ഓരോരുത്തരിൽ നിന്നും ആർജിച്ചതിന് ശേഷമാണ് ഭീമമായിട്ടുള്ള തുക നിക്ഷേപിക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം നിക്ഷേപിച്ച 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുള്ള നെടുമങ്ങാട് സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നൽകിയിട്ടുള്ളത് 23ഓളം വരുന്ന പരാതികളാണ്. അതിലാണ് 18 കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തു എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും പരാതികൾ ഓരോ ദിവസം കൂടുന്തോറും പരാതികൾ കൂടിക്കൂടി വരുന്നതിൻ്റെ സാഹചര്യം ഉൾപ്പെടെ പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു നിക്ഷേപ തട്ടിപ്പാണ് ഇവർ ഈ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ബിജു എന്ന് പറഞ്ഞ ആളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയുമ്പോഴാണ് കൂട്ടുപ്രതികളിലേക്കുള്ള ദൂരം പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇതിൽ കൂട്ടുപ്രതികളായിട്ടുണ്ട് എന്നുൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 18 കോടി എന്നത് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. കാരണം ബിജു സൂചിപ്പിച്ചതാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തത്, ബിജു കുറ്റസമ്മതം നടത്തിയതാണ്, തട്ടിയെടുത്തത് 18 കോടിയോളം രൂപയാണ് എന്നുള്ളത്. പക്ഷെ പോലീസിന് അതിലും സംശയമുണ്ട്. കാരണം ഇവർ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അതിനിടയിൽ, അതായത് മുമ്പ് ഈ സ്ഥാപനം അടയ്ക്കുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചില വർഷങ്ങളിൽ ഇടയിൽ ഒരു ബ്രേക്ക് ഇട്ടിട്ട് വീണ്ടും സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ പരാതിക്കാരെത്താൻ സാഹചര്യമുണ്ട്. കൂടുതൽ തട്ടിപ്പ് പല തലങ്ങളിലേക്ക് എത്താനും സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ ഒരു പേര് മാറ്റിയിട്ടുള്ള മറ്റൊരു സഹോദര സ്ഥാപനമാണ് അത് തമ്പാനൂർ സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. അവരിൽ നിന്നും തട്ടിപ്പിനിരയായിട്ട് ഒരു പരാതിക്കാരി ഇന്നലെ തിരുവനന്തപുരം ഈ ലെജൻഡ് എന്ന് പറഞ്ഞ സ്ഥാപനം, ആ ലെജൻഡ് എന്ന് പറയുന്നത് ഈ ഗ്രാവിൻസ് അസോസിയേഷൻ്റെ മറ്റൊരു, അതായത് ഇതിൻ്റെ തന്നെ മറ്റൊരു പേര് മാറ്റം വരുത്തിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതും ഇന്നലെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ ഒരു പരാതി തമ്പാനൂർ സ്റ്റേഷനിലും എത്തിയിരിക്കുകയാണ്. നെടുമങ്ങാട് സ്റ്റേഷനിൽ 3 പരാതി, തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ 17 പരാതി, തമ്പാനൂരിൽ കിട്ടിയിരിക്കുന്നത് ഒരു പരാതി. അങ്ങനെ
നിരവധി പരാതികളാണ് ഓരോ ദിനം പ്രതി പോലീസിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തട്ടിപ്പിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മറ്റ് ആളുകൾക്ക് പങ്കുണ്ടോ, ഒപ്പം ഈ തിരുവനന്തപുരം സ്വദേശികൾ അല്ലാതെ മറ്റ് കൂടുതൽ ആളുകളുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പക്ഷേ കോടികളാണ് ഓരോരുത്തരിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത്. അത് ഡോക്ടർ ഉൾപ്പെടെ, വീട്ടമ്മയുൾപ്പെടെ, എഞ്ചിനീയർമാർ ഉൾപ്പെടെ, ടെക്കികൾ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ആളുകളിൽ നിന്നാണ് ഇവർ നിക്ഷേപം സ്വീകരിക്കുന്നത്. ഓരോ സാധാരണക്കാരനെയും തങ്ങൾക്ക് അതായത് ലൈസൻസ് ഉണ്ട്, തങ്ങൾക്ക് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ലൈസൻസ് ഉണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ നിക്ഷേപ തുക ആദ്യം ഇവർ കൈപ്പറ്റുന്നത്. അതിനുശേഷം അതിന് ഭീമമായിട്ടുള്ള പലിശ കൊടുക്കുന്നു. അത് കണ്ട് വിശ്വസിച്ച ആളുകളാണ് കൂടുതൽ തുക നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ ലഭിക്കും എന്ന ഒരു ഉറപ്പിന്മേൽ ഇവരിലേക്ക് നിക്ഷേപം നടത്തുന്നത്. അങ്ങനെ ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ച പലരിൽ നിന്നും അത് ലക്ഷങ്ങളാണ് ഇപ്പോൾ ഇവർ തട്ടിയെടുത്തിട്ടുള്ളത്. ആ തട്ടിപ്പിന്റെ വലിപ്പമാണ് പോലീസ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളതായിട്ടാണ് പോലീസ് പറയുന്നത്. രുചീഷ്, അഞ്ജു, അതോടൊപ്പം ഇത് നേരത്തെ തന്നെ ഈ പരാതികൾ ഉയർന്നിരുന്നോ? ഇത് സംബന്ധിച്ച് പോലീസ് നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു? രുചീഷ്, ആദ്യഘട്ടത്തിൽ അതായത് ഇവർ ഒരു 2021 ആ ഘട്ടമായ സമയത്ത് പോലീസിന് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1-2 പരാതിയായിരുന്നു. ആ ഘട്ടത്തിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഈ സ്ഥാപനം പൂട്ടിയതാണ്. അതിനുശേഷം പിന്നാലെയാണ് വീണ്ടും ഇത് തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷെ പോലീസിന്റെ കണ്ണിൽ പോലും പൊടിയിട്ട് ഇവർ പേര് മാറ്റി. ഇതിൽ തന്നെ കാണാം ഗ്രാവിൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ സ്ഥാപനത്തിന്റെ ബോർഡ് ഉൾപ്പെടെ വെച്ചിരിക്കുന്നത്. ഗ്രാവിൻസ് വെഞ്ചേഴ്സ് നിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ധനകാര്യ സ്ഥാപനമാണിത്. ഇത് തമ്പാനൂരിലെത്തുമ്പോഴത്തേക്ക് വെഞ്ചേഴ്സ് പേര് വീണ്ടും മാറുന്ന സാഹചര്യം. നെടുമങ്ങാട് ഇതിന്റെ സ്ഥാപനം ഉണ്ടായിരുന്നു, അത് പൂട്ടിയ നിലയിലാണ് ഉള്ളത്. അതായത് മുമ്പ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന പൂട്ടിയ ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ വീണ്ടും അവർ തുറന്നു പ്രവർത്തിച്ച് കൂടുതൽ ആളുകളിലേക്ക് തട്ടിപ്പിനായിട്ട് ഇറങ്ങിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. അന്ന് 1-2 പരാതികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പരാതികളുടെ എണ്ണം, പരാതികളുടെ പ്രവാഹം അത് വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് പോലീസ് പറയുന്നത്. പൂട്ടിയ സ്ഥാപനം വീണ്ടും പേര് മാറ്റി പുതുക്കി വീണ്ടും തുറക്കുന്ന സാഹചര്യം. അങ്ങനെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ തിരുവനന്തപുരം മാത്രമാണോ പ്രധാനമായിട്ടും ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? മറ്റ് ജില്ലകളിലേക്ക് ഇവരുടെ സ്ഥാപനം വളർന്നിട്ടുണ്ടോ? ഇനി തിരുവനന്തപുരത്ത് തന്നെ ഈ നെടുമങ്ങാടും തമ്പാനൂരും ശാസ്തമംഗലവും മാത്രമാണോ ഇവർ ഇത്തരത്തിൽ ശാഖകൾ ഉള്ളത്? മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ മറ്റു പേരുകളിൽ ശാഖകൾ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പക്ഷേ അതായത് മുമ്പ് തട്ടിപ്പ് നടത്തി പൂട്ടിയ സ്ഥാപനമാണ് പേര് മാറ്റി ഇത്തരത്തിൽ വീണ്ടും തട്ടിപ്പിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് നിലവിൽ പോലീസിന്റെ പിടിയിലുള്ളത്. മറ്റുള്ളവർക്കായിട്ട് ഇപ്പോഴും ഊർജിതമായിട്ടുള്ള പരിശോധന, തിരച്ചിൽ നടത്തുകയാണെന്നാണ് പോലീസിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. രുചീഷ്, അഞ്ജു, അതോടൊപ്പം ഈ 21 പരാതികളിലും ഈ പ്രതികളെ സംബന്ധിച്ച് ഏതെങ്കിലും സൂചന നൽകി തന്നെയാണോ ആളുകൾ പരാതി നൽകിയിരിക്കുന്നത്? രുചീഷ്, അത്തരത്തിൽ ഒരു പരാതി നമുക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ അധികാരി എന്ന രീതിയിൽ ബിജുവിനെതിരെയാണ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റുള്ളവർ, അതായത് മറ്റുള്ള ആളുകൾക്കായിട്ട് പോലീസ് തെരച്ചിൽ നടത്തുന്ന സ്ഥിതിക്ക് ആ പേരുകൾ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ സാധിക്കില്ല. എന്തായാലും മറ്റ് കൂട്ടുപ്രതികളായിട്ടുള്ളവരുടെ പേരുകൾ, അതായത് ഈ സ്ഥാപനത്തിൽ അവർക്കറിയുന്ന പേരുകളുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള ആ പേരുകളിൽ നിന്ന് പോലീസ് പരാതിയായിട്ട് ആ പരാതിയിൽ ഇവരുടെ പേരുകൾ കൂടി ചേർത്തിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഇവർ ഒളിവിൽ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ആ പേര് വെളിപ്പെടുത്താൻ സാധിക്കില്ല. എന്തായാലും ഒരു പരാതിയിൽ ഇപ്പോൾ ഈ ബിജുവിൻ്റെ പേര് കൃത്യമായി കാണുന്നുണ്ട്. മറ്റു കൂട്ടുപ്രതികളുടെയും പേരുകൾ ഇതിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ പ്രതികൾ ആരാണെന്ന് ഇവർ, അതായത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവർ നൽകിയിട്ടുള്ള പേരുകളിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പേരുകൾ സത്യസന്ധമാണോ, ആ പേരുകൾ തന്നെയാണോ അവർക്കുള്ളത് എന്നുള്ള കാര്യമൊന്നും ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. അൺനോൺ പേഴ്സൺ ആണോ എന്നുള്ളത് ഉൾപ്പെടെ വ്യക്തമല്ല. അത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും അവർ പരാതിയിൽ നൽകിയിട്ടുള്ള പേരുകൾ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് ആ പേരുകളിലുള്ള ആളുകൾ തന്നെയാണോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നിലവിൽ ഇപ്പോൾ 35 ലക്ഷം രൂപ നെടുമങ്ങാട് സ്വദേശിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നഷ്ടമായതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ മ്യൂസിയം സ്റ്റേഷനിൽ ഇതുപോലെ
ഇതുപോലെ നഷ്ടമായിട്ടുണ്ടെന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ 12 മാസക്കാലം, 1 വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ നീണ്ട കാലയളവിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത പലരും ഇപ്പോൾ പെട്ടു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. പലരും പല ആവശ്യങ്ങൾക്കായിട്ട് കൂടി കൂടുതൽ പലിശ കിട്ടുമെന്ന സാഹചര്യം കണ്ടാണ് ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്ന സ്ഥിതിയിലായിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിൽ കൂട്ടുപ്രതികളുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ശരി അഞ്ജു, തലസ്ഥാനത്ത് 18 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. ഒരു പ്രതി മാത്രമാണ് ഇതുവരെ പിടിയിലായത്. 21 പരാതികളാണ് ഇതുവരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ലഭിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.